എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ കൊടുക്കുമ്പം ഒരു 50 ലക്ഷം രൂപ ഒരു സർക്കാർ ജോലിയും കൊടുക്കുകയാണെങ്കിൽ നാളെ ഈ വയനാട്ടിലുള്ള മിക്ക ആൾക്കാരും സർക്കാർ ജോലിക്കാരായിരിക്കും. മനസ്സിലായോ? ഇത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. നാളെ ഇത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിനൊക്കെ ഇവിടെ നടപടി എടുക്കണം. നമുക്ക് വഴിയരികിലെ കാട് വെട്ടുന്ന കാര്യത്തിന് ഒരു തീരുമാനമില്ല. ജില്ലാ കളക്ടർ ഓർഡർ ഇട്ടു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കാട് വെട്ടണമെന്ന്. എന്നാൽ ഈ പഞ്ചായത്തിന് വെട്ടാൻ പറ്റുന്ന കാടുകൾ വെട്ടിയില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ നടപടി എടുക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം സ്വകാര്യ വ്യക്തികൾക്ക് എല്ലാം വരുന്നത് സാധാരണക്കാരായ ആളുടെ നെഞ്ചത്തോട്ട്. പിന്നെ ഞാൻ താമസിക്കുന്നത് പെരിക്കലൂർ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ബസ് ഇറങ്ങുന്ന ഒരു ടൗണിൽ പോലും ഒരു വെട്ടമില്ല. സ്ഥിരമായിട്ട് ആന വരുന്ന കണ്ണടച്ച് പിടിച്ച് ഇരുട്ടാട്ടിക്കൊണ്ടിരിക്കുക. നാളെ ചിലപ്പോൾ എന്നെ ആന ചവിട്ടി കൊല്ലുമായിരിക്കും. പിന്നെ എൻ്റെ വൈഫ് നേഴ്സായി ശ്രീശൈലം സർക്കാർ ഇവിടെ വരുന്നുണ്ട് ടെമ്പററി ആയിട്ട്. അവള് ഇന്നലെ ഒരു പൂച്ച വട്ടം ചാടിയപ്പോൾ കടുവയാന്ന് വിചാരിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. എങ്ങനെ ആളുകൾ പുറത്തിറങ്ങി നടക്കും? ആളുകളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ചാച്ചൻ പെരിക്കലൂർ കടവിൽ ഓട്ടോ ഓടിക്കുന്ന ആ ഓട്ടോ ഓടിക്കുന്നത് വെട്ടം പോലും ഇല്ലാണ്ട് ഇരുട്ടത്തിരുന്നിട്ടാണ് ചാച്ചൻ ഓട്ടോ ഓടിക്കുന്നത്. രാത്രി വീട്ടിൽ വരുന്നോടെ വരെ നമുക്ക് പേടി. നമ്മളൊരു 10 പ്രാവശ്യമെങ്കിലും വീട്ടിൽ വിളിക്കും. എന്താ എവിടെയെങ്കിലും ഓട്ടം പോയി തിരിച്ചെത്താത്തതുകൊണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇരുളത്തുനിന്ന് ഇവിടുന്ന് ഒരു പുള്ളിക്കാരൻ ബൈക്കിൽ ഇങ്ങനെ പോകുമായിരുന്നു. ബൈക്കിൽ പൊക്കോണ്ടിരിക്കുന്ന ആളുടെ പുറകെ കടുവ ഓടിക്കുക. എങ്ങനെ പോകും? ബൈക്കിൽ പോലും പോകാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ജീവിക്കും? അപ്പം നടക്കുന്ന ആളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ബൈക്കിൽ പോലും പോകാൻ പറ്റില്ലാതെ ഇതിൽ കൂടെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുക? ഇതിനൊക്കെ നടപടി ആദ്യം ഉണ്ടാക്കണം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. മനുഷ്യർക്കാണോ മൃഗങ്ങൾക്കാണോ വില എന്ന് ഇന്ന് സർക്കാർ തീരുമാനിക്കണം. തീർച്ചയായിട്ടും സുഹൈൽ, അതായത് നഷ്ടപരിഹാരമോ സർക്കാർ ജോലിയോ അല്ല ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം, കൃത്യമായ ഇടപെടലാണ്.